ഡീസൽ ഇല്ലാതായി. ഡീസലിൻ്റെ സംബന്ധിച്ചിടത്തോളം പമ്പിൽ ഒരു 75,000 രൂപ ഡ്യൂ ഉണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പമ്പും അതിൻ്റെ ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു. 10 രൂപ. ഈ HMC നമ്മൾ 5 രൂപ നിന്ന് 10 രൂപ ആക്കുന്നുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയാണ് 5 രൂപ നമ്മൾ പെട്ടെന്ന് കൂട്ടിയത്. അപ്പോൾ 75,000 രൂപ വരുന്ന കേസിൽ ഇവിടെ ഒരു ദിവസം OP എത്ര എണ്ണം ഉണ്ട് സാറേ? ആവറേജ് 400. ഒരു മാസം കൊണ്ട് തന്നെ ഈ പറയുന്ന പേയ്മെന്റ് കൃത്യമായിട്ട് പമ്പിൽ അടയ്ക്കാന്നുള്ള സംഭവം പകുതി കൊടുക്കാമല്ലോ സാറേ. 75,000 പേയ്മെന്റ് പറ്റത്തില്ല. കാര്യം ഇവിടെ 26 സ്റ്റാഫിനെ നമ്മൾ HMC നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പ്രശ്നമാണ് നമുക്ക് വേറൊരു വഴിയിൽ. മുടങ്ങിയിരുന്ന് കഴിഞ്ഞ മാസത്തെ നമ്മളെ ഈ 22-ാം തീയതിയാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് HMC ഫണ്ടിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നത്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലത്ത് അടിയന്തര ചികിത്സയ്ക്കു പോലും ലൈറ്റ് തെളിക്കാൻ ഡീസലില്ല. അത്യാസന്ന രോഗികളുടെ ജീവൻ രക്ഷാ മരുന്നും ചികിത്സയ്ക്കുമൊക്കെ ആവശ്യമായ വൈദ്യുതി മുടങ്ങുമ്പോൾ ഡീസൽ ഇല്ലാത്തതുമൂലം ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം മരുന്നുകൾ പോലും കേടാകുന്നു, ചികിത്സ മുടങ്ങുന്നു. ദിവസക്കൂലി ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാൻ കാശില്ല എന്നും ഡീസൽ വാങ്ങിയ 70,000-ഓളം രൂപ പമ്പിൽ കൊടുക്കാൻ കടമാണെന്നും സർക്കാർ ആശുപത്രി അധികാരികൾ തുറന്നു സമ്മതിക്കുന്നു. ഇത് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ റെഫർ ചെയ്തത്. അല്ലാതെ ഇവിടുന്ന് മനഃപൂർവ്വം പറഞ്ഞു വിട്ടതൊന്നുമല്ല. ആരെ അവഹേളിക്കാനോ ആക്ഷേപിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ചെയ്തതല്ല. കാര്യം ഡീസൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. ഡീസൽ തീർന്ന എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഡീസൽ തീർന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രോഗിയുടെ സംരക്ഷണമാണ് നമുക്ക് പ്രധാനം. അവരവിടെ പിന്നെ അവരെ വെയിറ്റ് ചെയ്യിച്ച് എന്തെങ്കിലും ഒരു അത്യാഹിതം വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യിച്ച് അവർക്ക് കുഴപ്പമാകരുതെന്ന് വിചാരിച്ചാണ് ഞാൻ DMOയെ വിളിച്ച് പറഞ്ഞ് DMOയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അങ്ങോട്ട് വിട്ടത്. നമുക്ക് ആ കൂടി അന്നേരത്തെ അവസ്ഥയിൽ നമുക്കതേ ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചോളം ഡീസലിൻ്റെ ഫണ്ട് ആക്ച്വലി ബ്ലോക്കുകാർ ഇതിനകത്ത് നിരപരാധിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നിരപരാധിയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് ആവശ്യമുള്ളത് തരുന്നതാണ്. പക്ഷേ ഡീസലിൻ്റെ ഫണ്ട് ബ്ലോക്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല, പ്രോജക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ദൈനംദിന ചെലവുകൾക്ക് വെക്കുന്നെങ്കിലും അതൊന്ന് ഡീസൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അധികം 26 സ്റ്റാഫിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് HMC. അല്ലല്ലേ HMCക്ക് ഇവിടുത്തെ ആവശ്യമുള്ള ദൈനംദിന HMCക്ക് നിയമിക്കാതെ പണ്ട് മുതലേ ആളുകളെ നിയമിക്കണമെങ്കിൽ എന്ത് വേണം? കലാമിറ്റി, എമർജൻസി, അതായത് പകർച്ചവ്യാധി, അങ്ങനത്തുള്ള എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ HMCക്ക് നിയമിക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ. അതല്ല, അല്ലാതുള്ള എല്ലാ സകല നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സർക്കാർ ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന് ഓർഡർ ഞാൻ വേണേൽ വാട്സ്ആപ്പ് ചെയ്ത് ഒരു സെക്കൻഡ്. താങ്കൾ പറഞ്ഞത് അത് ന്യായമാണ്. HMC നിയമനങ്ങൾ എല്ലാം എംപ്ലോയ്മെന്റ് വഴിയാക്കി. ഞങ്ങളിവിടെ ചെയ്യുന്ന നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് വഴി തന്നെയാണ്. എംപ്ലോയ്മെന്റിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിച്ച് അല്ല, അവരെ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ജില്ലാ ആശുപത്രിയിലൊക്കെ HMC വരെ 10-26 പേര് അങ്ങനല്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. മുൻകാലങ്ങളിൽ എടുത്തവരുണ്ട്. അല്ല, അവരെ മാറ്റണം. 6 മാസം കഴിഞ്ഞ് അവരെ മാറ്റാത്ത അവരെ പിരിച്ചുവിട്. 6 മാസം കഴിഞ്ഞ് പിരിച്ചുവിട്. എങ്ങനെ അനുവദിക്കില്ല.